വെൽക്കം ടു സാഫാബ്സ്. ഇന്ന് നമ്മൾ കുറച്ച് റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് റീസ്റ്റോക്ഡ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് ചിനോൺ ഫാബ്രിക്, അതുപോലെ കുറച്ച് പുതിയ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. ആൻഡ് ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫാബ്രിക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ത്രൂ ആയിരിക്കും നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത്. സോ അപ്പോൾ നമുക്ക് വാട്സപ്പിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരുവാണെങ്കിൽ പോസ്റ്റ് അല്ലെങ്കിൽ DTDC വഴി നമ്മൾ നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ. ആൻഡ് ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആ ഒരു മീഡിയം ആയിരിക്കും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. സോ അത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അഡ്രസ്സ് അയച്ചു തന്ന കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് കേട്ടോ, ഫുൾ അഡ്രസ്സ്, പേര് വിത്ത് പിൻകോഡ്, കോൺടാക്ട് നമ്പർ എല്ലാം വെച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് പോലെ അഡ്രസ്സ് അയക്കാനായിട്ട് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് എത്ര മീറ്റർ ആണോ ആവശ്യം അത്ര മീറ്റേഴ്സ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് പോവുക കേട്ടോ. ചിലർ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് പോകും, പിന്നെ എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചു പിന്നെ അതിന് റിപ്ലൈ വരണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫസ്റ്റ് തന്നെ എത്ര മീറ്റർ ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ഉണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന മെറ്റീരിയലാണ്. ചിനോൺ സിൽക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല കമൻസ് കിട്ടിയേക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. അടിപൊളി മെറ്റീരിയലാണ്. എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആരും ഈ ഒരു മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ആൻഡ് ഒത്തിരി നല്ല റിവ്യൂസ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെറ്റീരിയലാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ ഒത്തിരി ഷെയ്ഡ്സ് ഒത്തിരി മീറ്റേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്രൗൺ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇതൊരു കോഫിയുടെ ഒരു ഷെയ്ഡല്ല, ഒരു ഡീപ്പായിട്ടുള്ളൊരു മെറൂണും ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. അത് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഇങ്ങനെ വരും. മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ചിനോൺ സിൽക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ് മെറ്റീരിയൽ വരുന്നത്. ഇങ്ങനെ ഫ്ലോയി ആയിട്ട് വരുന്ന ഒരു സിൽക്ക് ഫിനിഷ് ഉള്ള മെറ്റീരിയലാണ്. നമുക്ക് ഷിഫോണും ജോർജറ്റൊക്കെ പോലെ ഫ്ലോയി ആയിട്ട് കിടന്നിട്ട് ചെറിയൊരു സിൽക്കിൻ്റെ ഫിനിഷും കൂടെ ഉള്ള ഒരു സൂപ്പർ മെറ്റീരിയലാണ് ഈ ചിനോൺ സിൽക്ക് എന്ന് പറഞ്ഞാൽ. സോ അത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യാത്തവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വരും. നമുക്ക് സാരി ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ലൈൻ ഫ്രോക്സ് അടിക്കാനായിട്ട്, സ്ലിറ്റഡ് കുർത്തി അടിക്കാം, ദുപ്പട്ട ആക്കാനായിട്ട് നല്ല ഓപ്ഷനാണ്. ടോപ്പും ബോട്ടം ദുപ്പട്ടയാക്കാനും നല്ല ഓപ്ഷനാണ്. ബോട്ടം ചെയ്യുമ്പോൾ നിങ്ങൾ ലൈനിങ് ഇടേണ്ടി വരും. സോ ഫുൾ സെറ്റായിട്ട് നമുക്ക് ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് ഒരു യോക്ക് പോർഷനൊക്കെ കൊടുത്ത് നമ്മൾ ആ ഒരു ആലിയ കട്ടിലൊക്കെ ചെയ്യത്തില്ലേ, അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടൊക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ വരുന്നു. സാരി ആക്കാനാണെങ്കിൽ ഇങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ല ഫ്ലോയി മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ഒരേതുപോലെയുള്ള സാരിയൊക്കെ ഏതെങ്കിലും വെഡിങ്ങിനൊക്കെ ബ്രൈഡ്സ് മെയ്ഡ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ആൻഡ് സാരി അല്ല, വേറെ മെറ്റീരിയൽ നമ്മൾ ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ എടുക്കത്തില്ലേ ഇങ്ങനെ ഒരേപോലത്തെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ. സോ ഇതിലുള്ള പല ഷെയ്ഡ്സ് ആയിട്ട് ഒരു 5-6 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരേതുപോലത്തെ ആലിയ കട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയായിരിക്കും. ഹാൻഡ് വർക്ക് ചെയ്തെടുക്കാം ആൻഡ് യോക്ക് കൊടുക്കാം. നമ്മളിതിന് മുന്നേ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഫുള്ള് മെറ്റീരിയൽ നമുക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മൾ ഇതിനോട് കൂടിയിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഓർഗൻസ സിൽക്ക് ഫാബ്രിക് ആണ്. നമ്മളിതിന് മുന്നേ ഈ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിനോട് കൂടിയിട്ട് ഇത് യോക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ സാരിക്ക് ബ്ലൗസ് ആക്കുകയോ ഒക്കെ ചെയ്താൽ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ്. ഇത് വരുന്ന ഓർഗൻസ സിൽക്ക് എന്ന് പറഞ്ഞാൽ 535 പെർ മീറ്റർ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. പ്യുവർ സിൽക്ക് മെറ്റീരിയലാണ്. ഇത് നമുക്ക് യോക്കോ അല്ലെങ്കിൽ ബ്ലൗസിനൊക്കെ കൊടുക്കാം. എന്നിട്ട് സാരി ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതാണെങ്കിൽ ടോട്ടലി ആ ഒരു ഷെയ്ഡും അല്ല, പക്ഷെ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇതിലെ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ കളർ അതിനോട് മാച്ചിങ്ങുമാണ്. സോ അതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് യോക്ക് വെച്ചിട്ട് ആലിയ കട്ടോ അല്ലെങ്കിൽ ചെറിയൊരു യോക്ക് പോർഷനൊക്കെ കൊടുത്ത് സ്ലീവ്സിൻ്റെ എൻഡിലൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. സാരി ബ്ലൗസ് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. 535 ആണ് ഈ ഒരു വർക്കുള്ള മെറ്റീരിയലിൻ്റെ മീറ്റർ പ്രൈസ്. ഇത് പ്രിന്റഡ് ആയിട്ട് വരുന്ന ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള ഒരു ഓർഗൻസ സിൽക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. പുതിയൊരു കൈൻഡ് ഓഫ് ഒരു സിൽക്കാണ്, നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് നമ്മൾ ഒത്തിരി ഷെയ്ഡ്സിന് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര റിവ്യൂ കിട്ടിയ മെറ്റീരിയലാണ് കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ സീക്വൻസിൻ്റെ വർക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള സാരി ആയാലും ബ്ലൗസ് ഇത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ സ്കേർട്ടും ടോപ്പും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 535 ആണ്. പ്ലെയിൻ ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വരുന്നത് 220 ആണ് കേട്ടോ. 44 ഇഞ്ചസ് ആണ് വിത്ത് വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ്. ഈ വീഡിയോയിൽ ആക്ച്വലി കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത്. പക്ഷേ ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു ഡീപ്പായിട്ടുള്ളൊരു
മെറൂൺ ഷെയ്ഡാണ്. ഒരു മെറൂൺ അല്ല, ഒരു ബ്രൗൺ ഷെയ്ഡ്, ഒരു മെറൂണും ബ്രൗണും കോഫിയുടെ ഒരു ചെറിയ ടിൻറ്റും ഒക്കെയുള്ള ഒരു പണ്ടത്തെ ഈ കാഞ്ചീപുരം സാരിയിലൊക്കെ വരുന്ന ഒരു നല്ല ഡാർക്ക് ഒരു ടോണില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഇച്ചിരി കൂടി ലൈറ്റ് ഷെയ്ഡായിട്ടാണ് വീഡിയോയിൽ കാണുന്നത്. പക്ഷെ ഇത് നേരിട്ട് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്ന ഒരു ഷെയ്ഡാണ്. അത്രയും നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ചിനോൺ സിൽക്കിൻ്റെ മെറ്റീരിയൽ കാണിച്ച് തുടങ്ങിയ സമയത്ത് നമുക്ക് കിട്ടിയൊരു ഷെയ്ഡായിരുന്നു. പിന്നീട് അത് ഇപ്പോഴാണ് കേട്ടോ കിട്ടുന്നത്. നല്ലൊരു യെല്ലോ ഷെയ്ഡ്, ഭയങ്കര ഒരു പേസ്റ്റിൽ ഒരു മാംഗോ യെല്ലോ എന്നോ അങ്ങനെയൊക്കെ പറയാവുന്ന ഭയങ്കര രസമുള്ളൊരു ഷെയ്ഡാണ്. ഇങ്ങനെ വരുന്നു. ഇത് ഭംഗിയാണ് അത് കാണാൻ, നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്. വീഡിയോയിൽ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കിയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. 220 per meter നമുക്ക് സാരി ആക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ. ഈ ഒരു ആ ഒരു ഗ്ലോ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യും. ഒരു സിൽക്കിൻ്റെ ഫിനിഷ് ഉള്ളതുകൊണ്ട്. ചിനോണിൽ ഇപ്പോൾ ഒത്തിരി സൽവാർ മെറ്റീരിയൽസ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാത്തവർക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും. ആൻഡ് ഫസ്റ്റ് ടൈം മേടിച്ചതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓഡിയോ ആയിട്ടൊക്കെ ഒത്തിരി പേര് ഡീറ്റെയിൽഡ് ആയിട്ട് അയച്ചു. ഭയങ്കര എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നല്ല ക്വാളിറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ആൻഡ് ഇതിനോട് കൂടിയിട്ട് നമുക്ക് യോക്ക് കൊടുക്കാൻ പറ്റിയൊരു മെറ്റീരിയലുണ്ട്. ഇത് നമുക്ക് കാന്ത കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഇത് ഒരു കൗഡൻ ഗ്രീൻ ആണ് ഇതിൻ്റെ ബേസ് കളർ വരുന്നത്. അതിലേക്ക് ഒരു ബ്രൗണും ഒരു മസ്റ്റാർഡ് കളറും കൂടി വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് നിങ്ങൾക്ക് ടോപ്പായിട്ട് എടുക്കണമെങ്കിൽ ടോപ്പായിട്ട് എടുക്കാം. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ വെച്ച് കാണിച്ചു എന്നുള്ളൂ. ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് ടോപ്പായിട്ട് എടുക്കണമെങ്കിൽ ടോപ്പായിട്ട് എടുക്കാം. കുർത്തി 2.5 മീറ്റർ കുർത്തി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. യോക്ക് അതിൻ്റെ കൂടെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ വരുന്നതിൻ്റെ പ്രിൻറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാന്ത ലൈൻസ് വരുന്ന കോട്ടൺ, പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. 139 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. 139 രൂപയാണ് കേട്ടോ. ഇങ്ങനെ വരും പ്രിന്റ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ യോക്ക് കൊടുത്ത് അല്ലെങ്കിൽ ബ്ലൗസ് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു പാറ്റേണിൽ കൊടുക്കാം. ഇത് കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ്, കാന്ത കോട്ടൺ മെറ്റീരിയലാണ്. ഇത് പ്യുവർ ചിനോൺ മെറ്റീരിയലിലേക്ക് വരുന്നു. സോ ഇത് ചെറിയൊരു ഡിഫറൻസ്, പക്ഷേ നമുക്ക് തയ്ച്ച് ചെയ്യുമ്പോൾ അങ്ങനെ അറിയില്ല കേട്ടോ. ഈ യെല്ലോ സെയിം ആയിട്ട് തന്നെ മാച്ചായിട്ട് തന്നെയാണ് പോകത്തുള്ളൂ. ഇങ്ങനെ വരുന്നത് ആ ഗ്രീനും കൂടെ വന്നുകൊണ്ട് ഗ്രീനും മെറൂണും യെല്ലോയും നല്ല കോമ്പിനേഷൻ അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സോ ഇങ്ങനെ എടുക്കാം. 139 രൂപയാണ് പ്രിന്റഡ് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത്. ആൻഡ് പ്ലെയിൻ ആയിട്ടുള്ള ചിനോൺ സിൽക്കിൻ്റെ മെറ്റീരിയൽ 220 and 44 inches ആണ് വിഡ്ത്ത്. അടുത്തത് നമ്മുടെ ചോക്ലേറ്റ് ഷെയ്ഡ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ അന്നേരം തന്നെ തീർന്നു കേട്ടോ. ഇത് അടുത്ത ബണ്ടിൽ ഇപ്പോൾ പൊട്ടിച്ചതാണ്. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. നമ്മളിത് എനിക്ക് തോന്നുന്നു ഒരു 1000 മീറ്റർ എങ്ങാണ്ടായി ഇപ്പോൾ. അത്രയും കളക്ഷൻസ് പോയേക്കുന്നതാണ്. കാരണം ഇത് പെട്ടെന്ന് തീരുന്ന എന്താണെന്ന് നിങ്ങൾ ഓർക്കും. കാരണം നമ്മൾ എത്ര മീറ്റർ എടുത്താലും 7.5 മീറ്റർ, 8.5 മീറ്റർ, 10.5 മീറ്റർ അങ്ങനെയൊക്കെ ആണ് ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നത്. സോ 10 മീറ്റർ എന്ന് പറയുമ്പോൾ ഒരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കും. 10 മീറ്റർ ഒറ്റയടിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം കുറേ തരും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും സാരിക്കായിട്ടും 5.5 മീറ്റർ, ടോപ്പും ദുപ്പട്ടയായിട്ട് 4.5 മീറ്റർ അല്ലെങ്കിൽ 5.5 മീറ്റർ അങ്ങനെയൊക്കെയാണ് കട്ടാവുന്നത്. സോ 2.5 മീറ്റർ വെച്ച് തീരുന്ന ഒരു മെറ്റീരിയൽ ആണെങ്കിൽ പിന്നെ നമുക്ക് കുറേ കസ്റ്റമേഴ്സിനോട് കൊടുക്കാനുണ്ടാവും. സോ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കൂടുതൽ മീറ്റേഴ്സ് ഹാൻഡ് വർക്ക് ചെയ്യാനും സാരിക്കും ബ്ലൗസിനും ഷോളിനും ഒക്കെ ആയിട്ടാണ് എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളാം. തീർന്നു പോയാലും ഈ ഷെയ്ഡ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. സോ ഇപ്പം കിട്ടാത്തവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡ്, നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. നമുക്ക് സാരി ആക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ്. സ്കാലപ്പൊക്കെ കൊടുത്ത് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടാവില്ല. ഇത്രയും ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ. 220 per meter. അടുത്ത ഷെയ്ഡ് നോക്കി, ഒരു രക്ഷയില്ലാത്തൊരു പേസ്റ്റൽ ലാവൻഡർ ടോണാണ്. നല്ല ഭംഗിയുണ്ട്. ഞാൻ 2 ലെയർ പിടിക്കുകയെന്ന് വെച്ചാൽ കളർ അതിൻ്റെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടോ, ഇതൊരു ഭംഗിയാണോ അത് കാണാൻ. ഒരു പിങ്കും ഒരു ലാവൻഡറും കൂടി കൂടിയൊരു ഷെയ്ഡാണ്. നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് സാരിയൊക്കെ ആക്കി കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. അല്ലെങ്കിൽ ടോപ്പും ദുപ്പട്ടയൊക്കെ ആക്കാൻ പറ്റിയ, ദുപ്പട്ട ആക്കാനായിട്ട് ബെസ്റ്റ് മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ഇത്രയാണ് ഇതിൻ്റെ ഒരു വിത്ത് വരുന്നത്. ഇങ്ങനെ നമുക്ക് സുഖമായിട്ട് ദുപ്പട്ടയായിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ്. സോ ഞാൻ ഈ മെറ്റീരിയലാണ് നമ്മൾ ഡൈ ചെയ്യാനായിട്ട് ഇപ്പോൾ കൂടുതലും ഡൈ ചെയ്തെടുക്കുന്ന ഒരു മെറ്റീരിയൽ ഇതാണ് ദുപ്പട്ടയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് കിടക്കും. ഇത് കണ്ടോ, അത് പല ഷെയ്ഡ്സിലേക്ക് നമ്മൾ വൈറ്റ് ഡൈബിൾ ഉണ്ട് ഇതിൻ്റെ. സോ നമുക്ക് ഏതെങ്കിലും ഷെയ്ഡിലേക്ക് ഡൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ഡൈ ചെയ്തെടുക്കാം. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ടോപ്പും ദുപ്പട്ട ഇത് തന്നെ ആക്കാമല്ലോ. ഇതാ ഇങ്ങനെ വരും. അടിപൊളി ഷെയ്ഡാണ്. നല്ലൊരു ലാവൻഡർ ഷെയ്ഡ്. 220 per meter. അടുത്തത് നമ്മൾ ആ ചോക്ലേറ്റ് ഷെയ്ഡ് പോലെ തന്നെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ഷെയ്ഡായിരുന്നു ഈ ഒരു സാൻഡിൻ്റെ ഒരു കളർ. ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇത് ഷെയ്ഡ്. അതൊരു ചായയുടെ കളറില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നമ്മൾ ചായ ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ഷെയ്ഡില്ലേ, അങ്ങനത്തെ ഒരു ഷെയ്ഡ്.
അങ്ങനത്തെ ഒരു കളർ പറയാനായിട്ട് എനിക്ക് കിട്ടാനുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ കോഫി ഷെയ്ഡ് എന്ന് പറയാം, പേസ്റ്റൽ കോഫി അങ്ങനത്തെ ഒരു ഷെയ്ഡ്. നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. അതൊരു റെയർ ഷെയ്ഡ് എന്ന് തന്നെ പറയാം. ഇങ്ങനെ വരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഇതെൻ്റെ ഒരു കസിൻ ഇങ്ങനെ ടോപ്പും ദുപ്പട്ടയും ബോട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ ലേസിൻ്റെ വർക്കൊക്കെ കൊടുത്തിട്ട് നല്ല എലഗൻ്റ് ആയിരുന്നു, നല്ല സിമ്പിളാണ്. നമുക്ക് അയൺ ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരും 220 per meter. അടുത്ത സ്കൈ ബ്ലൂ, പേസ്റ്റൽ സ്കൈ ബ്ലൂ ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. ഇങ്ങനെ വരും. ഇത് ഭംഗിയാന്നൊക്കെ ഇട്ടാൽ ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ആ ഒരു നേച്ചർ കണ്ടോ, ഇങ്ങനെ വരും. നല്ല ഭംഗിയാണ്. 1 ലെയറൊക്കെ ഇട്ട് സാരി ദുപ്പട്ടയൊക്കെ ആക്കി കഴിയുമ്പോൾ നല്ല ഭംഗിയാവും കേട്ടോ. ഹാൻഡ് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് ചെയ്യാവുന്ന മെറ്റീരിയലാണ്. ഇങ്ങനെ വരും 220 per meter. നെക്സ്റ്റ് അതിൻ്റെ ബ്ലാക്ക് ആണ് കേട്ടോ. നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ്. ഇങ്ങനെ വരും. ഇത് നമ്മൾക്ക് ദുപ്പട്ടയാക്കാനൊക്കെ എടുക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. ആൻഡ് സാരി കോൺട്രാസ്റ്റ് കളറിലുള്ള ബ്ലൗസ് ഒക്കെ കൊടുത്തു വേണമെങ്കിൽ സാരി ആക്കാൻ പറ്റുന്ന ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരും ജെറ്റ് ബ്ലാക്ക്. ഇത് എപ്പോഴും നമുക്ക് ആവശ്യക്കാരുള്ള ഒരു ഷെയ്ഡാണ്. ആൻഡ് ഒരു ഗ്രേ ടോൺ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ, ഒരു സിൽവറിഷ് ഗ്രേ ടോൺ ആണ് കേട്ടോ. ഒരു സിൽവർ ഷെയ്ഡ് പോലെ ഉണ്ടാവും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇങ്ങനെ വരും. നല്ലൊരു എലഗന്റ് ഷെയ്ഡാണ്. 220 per meter. അടുത്ത നമുക്ക് പ്യുവർ ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലേക്ക് വന്നിരിക്കുന്ന കളക്ഷനാണ്. പ്രിന്റഡ് ആയിട്ട് വരുന്ന കളക്ഷൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വേറൊരു പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ കുറച്ചുകൂടി വലിയ പ്രിന്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് വരും. നല്ലൊരു റെഡ് കളറാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ്. അതിലേക്ക് കോമ്പിനേഷനാണ് ഏറ്റവും അടിപൊളി പിങ്ക് കളറിലാണ് കേട്ടോ അതിൻ്റെ കോമ്പിനേഷൻ ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ക്ലാസി ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇങ്ങനെ വരും. സിമ്പിളായിട്ടൊരു കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ടാൽ മതി. ഈ ഒരു പിങ്ക് ബോട്ടോ അല്ലെങ്കിൽ റെഡ് കളറിലുള്ള ബോട്ടോ ഒക്കെ ഇട്ട് നിങ്ങൾക്ക് പെയർ ചെയ്യാം. റെഡ് ആയിരിക്കും കുറച്ചുകൂടി ഭംഗി, കാരണം ആ ഒരു പ്രിന്റ് നന്നായിട്ട് എടുത്ത് നിൽക്കും. സെയിം ഷെയ്ഡാണല്ലോ ഇപ്പോൾ ട്രെൻഡ്. ഇങ്ങനെ വരും. നല്ലൊരു ഒത്തിരി സിൽക്ക് ഫിനിഷ് അല്ല, പ്യുവർ മെറ്റീരിയലാണ്. പക്ഷെ ഇങ്ങനെ ഭയങ്കര സിൽക്കി അങ്ങനത്തെ ഫിനിഷ്, ഗ്ലോയോ അങ്ങനെയൊന്നുമില്ല. സിൽക്കി ആ ഒരു ഇതൊന്നുമില്ല. ഒരു മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. പക്ഷേ ഒരു ഡൺ ലുക്കിങ്ങും അല്ല, നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടുന്ന മെറ്റീരിയലാണ്. എൻ്റെ തയ്ച്ച് കിട്ടിയിട്ടില്ല, എനിക്ക് ഞാൻ ഒരു പ്രിന്റ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു. 495 ആണ് പെർ മീറ്റർ റേറ്റ്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. 2.5 meters ആണ് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണ്ടുന്നത് കേട്ടോ. അതിൻ്റെ അടുത്ത പ്രിന്റ് വരുന്നത് അടിപൊളി, നമ്മൾ ഈ റെഡിമെയ്ഡ് പ്രീമിയം കുർത്തീസിലൊക്കെ കാണുന്ന ഒരു പ്രിന്റാണിത്. ഇത് കണ്ടോ, നല്ല അടിപൊളി പ്രിന്റ്, ഒരു രക്ഷയില്ല. ജസ്റ്റ് സിമ്പിൾ ഒരു എന്താ പറയുക വൈറ്റോ അല്ലെങ്കിൽ ഒരു ഈ ഒരു ബ്ലൂ കളറിലോ ഒരു ബോട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ലാസി ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല ഭംഗി. നമുക്കൊരു എയർപോർട്ട് ലുക്കിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു കുർത്തിയായിട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ വരുന്നു. ഇത് ഷെയ്ഡ് വരുന്ന ഒരു നല്ലൊരു പേസ്റ്റിലൊരു ബ്ലൂ ടോൺ ആണ്. ഒരു ഭംഗിയുള്ളൊരു ബ്ലൂ ആണ്. അതിലേക്ക് വൈറ്റ് കളറിലാണ് പ്രിന്റ് വരുന്നത്. 495 per meter. ഇതാണ് മെറ്റീരിയലിൻ്റെ ആ ഒരു ഇത് കേട്ടോ. ടെക്സ്ചർ ഇതാണ്. ഇങ്ങനെ വരും. സിൽക്ക് ഫിനിഷിൽ, നല്ലൊരു സിൽക്ക് ഫിനിഷിൽ വരുന്ന മെറ്റീരിയലാണ്. പ്യുവർ മെറ്റീരിയലാണ്. പ്യുവർ ചന്ദേരി സിൽക്കാണ്. ഈ ചന്ദേരി സിൽക്കിൻ്റെ റേറ്റ് വരുന്ന ഓരോ ഗ്രാം വൈസ് ഒക്കെയാണ്. ഒരു ഇത്ര ഗ്രാം ഉള്ള മെറ്റീരിയൽ അങ്ങനെ പല ഇതുണ്ട് സിൽക്കിൻ്റെ ആ ഒരു ഇതനുസരിച്ച്, കണ്ടന്റ് അനുസരിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഓരോ റേറ്റും ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത്. ചന്ദേരിയുടെ കുറഞ്ഞ മെറ്റീരിയൽസും ഉണ്ട്. അതിന് 150 മുതലൊക്കെയാണ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് വരുന്നത് ഒരു കൈൻഡ് ഓഫ് ഒരു ചന്ദേരിയാണ്, പക്ഷെ ഇച്ചിരി കൂടെ ഒരു സോഫ്റ്റ്, ഒരു മസ്ലിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് വരും. നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ് വരുന്നത്. അതിലേക്ക് ഇങ്ങനത്തെ മൾട്ടി കളർ പ്രിന്റ് ഇങ്ങനെ വരും. കുറച്ചും കൂടി സോഫ്റ്റ് ആണ്. ചന്ദേരിയുടെ ഒരു വേരിയന്റ് തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി ഒരു മസ്ലിൻ്റെ ഒക്കെ ഒരു നേച്ചറുള്ള ഒരു ഫാബ്രിക്കാണ്. അതിലേക്ക് മൾട്ടി കളർ പ്രിന്റ് വരുന്നു. നല്ല പീച്ച് ഉണ്ട്, യെല്ലോ, പിങ്ക് ഉണ്ട്, വൈറ്റ്, ഒരു വൈൻ കളർ ഉണ്ട്, ലാവൻഡർ, പല ഷെയ്ഡ്സ് ഉണ്ട്. ഗ്രീനിൻ്റെ പല ടിൻറ്റുകളുണ്ട്, പിസ്ത ഗ്രീൻ ഉണ്ട്, അങ്ങനെ പല ഷെയ്ഡ്സ് കേട്ടോ. അത് കണ്ടോ, നല്ല ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയലാണ്. അടിപൊളിയായിട്ടുള്ള കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ മീറ്റർ പ്രൈസും 495 per meter ആണ്. ഇങ്ങനെ വരും. അടുത്തത് നമുക്ക് റീസ്റ്റോക്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. പ്യുവർ ഓർഗൻസ ഫാബ്രിക്കിലേക്ക് ജെക്കോഡ് വീവ്സ് വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഇത് നമുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയം മുതലേ കാണിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് ഒത്തിരി നാളിന് ശേഷമാണ് നമുക്ക് റീസ്റ്റോക്ക് കിട്ടിയത്. ഇങ്ങനെ വരുന്നു അതിൻ്റെ ലുക്ക്. ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ ജെക്കോഡ് വീവ്സ് ആണ് പോകുന്നത് കേട്ടോ. അതായത് ഒരു ടിഷ്യൂവിൻ്റെ ഒരു പാറ്റേണും അതുപോലെ ജെക്കോഡിൻ്റെ വീവും പോകുന്നുണ്ട്. ആൻഡ് സെൽഫ് ആയിട്ടുള്ള ഒരു വീവ് പാറ്റേണും പോകുന്ന ഒരു മെറ്റീരിയൽ. ഇത് കണ്ടോ,
നിങ്ങൾക്ക് വീഡിയോയിൽ വിസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ബ്ലാക്കിൻ്റെ ആ ഒരു സ്ട്രൈപ്സ് പോകുന്നിടത്ത് സെൽഫായിട്ടുള്ള ഒരു ജെക്കോഡ് വീവ്സ് പോകുന്ന ഒരു മെറ്റീരിയൽ. അത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഇത് ഞാൻ ഇന്ന് ഇടണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ ഇന്ന് എനിക്ക് ഇടാൻ പറ്റില്ലായിരുന്നു. വേറെ ഒരിടത്ത് പോയിട്ട് വന്നുകൊണ്ട് എനിക്കിത് ഇടാൻ പറ്റിയില്ലായിരുന്നു. ഇങ്ങനെ വരുന്നു, നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. നല്ലൊരു ഇത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കുർത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ യോക്ക് പോർഷൻ കൊടുത്ത് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാൻ യോക്ക് കൊടുത്തിട്ടായിരുന്നു ചെയ്തത്, പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഇത് ഫുള്ള് ചെയ്യുമായിരുന്നു കുറച്ചുകൂടി ഭംഗിയെന്ന്. കാരണം കൈ കിട്ടിയവരും പറഞ്ഞു ഭയങ്കര രസമായിരുന്നു. കാരണം എനിക്ക് ബ്ലാക്ക് കുറേ ഉള്ളതുകൊണ്ടും ഞാൻ ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് ഫുള്ള് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് യോക്ക് കൊടുത്ത് ചെയ്തു, ബ്ലാക്ക് എപ്പോഴും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾക്ക് അങ്ങനെ ബഡ്ജറ്റ് റേറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ, ഇത് ചിനോൺ മെറ്റീരിയലാണ്, ഇതിങ്ങനെ യോക്ക് കൊടുത്തിട്ട് ഈ മെറ്റീരിയലിന് യോക്ക് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഓർഗൻസ തന്നെ കുറച്ച് മെറ്റീരിയൽ ഉള്ളൂ. ഇത് ഓർഗൻസ തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് പ്ലെയിൻ ആയിട്ട് വരുന്ന ഓർഗൻസ 250 മീറ്റേഴ്സ് വരുന്ന ഓർഗൻസ, പ്യുവർ ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക് ആണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ യോക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ ചിനോൺ മെറ്റീരിയൽ യോക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് 220 പെർ മീറ്റർ വരുന്ന മെറ്റീരിയലാണ്. ഇത് 395 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. സാരി ആയിട്ട് നമുക്ക് എടുക്കാം, പക്ഷേ ഇതിൻ്റെ ബോർഡേഴ്സിന് ഫിനിഷിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കാലപ്പ് വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബോർഡേഴ്സിന് എന്തെങ്കിലും വർക്ക് കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് സാരി ആക്കാം. ഒന്നുകൂടി പറയുന്നു, ബോർഡേഴ്സ് ഫിനിഷിംഗ് ഇല്ല, സാരിക്ക് എടുക്കുന്നവർ സ്കാലപ്പ് വർക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. ഇങ്ങനെ വരുന്നു. 395 പെർ മീറ്റർ, 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. താഴോട്ടാണ് കേട്ടോ സ്ട്രൈപ്സ് വരുന്നത്. ടോപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴോട്ട് വരും സ്ട്രൈപ്സ്. അതുപോലെ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നുപോയി, നമ്മൾ നാളെ മുതലുള്ള സൺഡേസ് ഷോപ്പ് ഓപ്പൺ ആയിരിക്കില്ല. മൺഡേ ടു സാറ്റർഡേ ആയിരിക്കും ഷോപ്പിന് മുതൽ ഓപ്പൺ ആവുക. ഞാൻ എല്ലാ സൺഡേസും ഡിസംബറിൽ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡിസംബർ ക്രിസ്മസ് വരെയുള്ള സൺഡേസ് ആയിരുന്നു ഉദ്ദേശിച്ചത്. അപ്പോൾ നാളെ മുതൽ നമ്മൾ വർക്കിംഗ് ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ സൺഡേയിൽ ആരെങ്കിലും വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇനി മുതൽ മൺഡേ ടു സാറ്റർഡേ ആയിരിക്കും. ഇനി ഏതെങ്കിലും സൺഡേയിൽ നമ്മൾ തുറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ വീഡിയോയിൽ ത്രൂ പറയുന്നതാണ് കേട്ടോ. സോ നാളെ മുതൽ സൺഡേസ് നമ്മൾ വർക്കിംഗ് ആയിരിക്കില്ല. സോ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വരാനായിട്ട് പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ഇൻഫോം ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. അടുത്ത നമുക്ക് വന്നിരിക്കുന്ന അതിൻ്റെ പുതിയൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ടോണാണ്, ഒരു പേസ്റ്റൽ പിങ്ക് ആണ്. അതിലേക്ക് ആ ഒരു ഗോൾഡൻ വീവ്സ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. നല്ല സോഫ്റ്റ് ഓർഗൻസയാണ്. ഓർഗൻസ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പറന്ന് നിൽക്കും എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും വരുന്നത്. പക്ഷേ ഇത് പ്യുവർ ഓർഗൻസ നമുക്ക് ഒരിക്കലും അങ്ങനെ നിൽക്കില്ല. ജോർജറ്റ് പോലെ ഒഴുകി കിടക്കുന്ന നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഫാബ്രിക്കാണ് പ്യുവർ ആയിട്ട് വരുന്ന ഓർഗൻസ കേട്ടോ. വിസ്കോസ് ഓർഗൻസയാണ് ഇത്, പ്യുവർ ആയിട്ട് വരുന്ന ഓർഗൻസ. മറ്റേന്ന് പറയുമ്പോൾ നൈലോൺ ഓർഗൻസ ഉണ്ട്, നമ്മൾ സാധാ കുറഞ്ഞ ഓർഗൻസ 90 രൂപ പോലെ മീറ്ററിനുണ്ട്. ഇത് 250 പെർ മീറ്ററിനാണ് നമ്മൾ ഈ ഒരു ഓർഗൻസ ഈ ഒരു പ്യുവർ മെറ്റീരിയൽ ചെയ്യുന്നത്. ഇത് പ്യുവർ ആയിട്ട് വരുന്ന മെറ്റീരിയലാണ്. സോ ഇത് അങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് അല്ല, നല്ല ഫ്ലോയി ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരും. ഞാൻ ഇടയ്ക്ക് ഓർക്കും ഞാൻ എന്തിനും ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരുന്നു, കാരണം ഇച്ചിരി വീഡിയോ ലെങ്തി ആവും, പിന്നെ കേട്ടിരിക്കുന്നവർക്ക് ഭയങ്കര ഇല്ല, ചിലർക്കാണെങ്കിൽ ഒരു ഇതാണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നിങ്ങൾ നേരിട്ട് കണ്ടെടുക്കുന്ന അതേ ഫീൽ, നമുക്കിപ്പോൾ ഷോപ്പ് ഉണ്ടെങ്കിലും നേരിട്ട് കണ്ടെടുക്കുന്ന അതേ ഫീൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. ഈ പെണ്ണെന്തിനാ ഇത്രയും വാരി വലിച്ച് പറയണത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ എന്നാലും ഇത് കണ്ടോ ഇങ്ങനെ വരുന്നു. സെൽഫ് വീവിങ് വരുന്നുണ്ട് കംപ്ലീറ്റ്ലി ആ ഒരു പിങ്ക് ഒരു സ്ട്രൈപ്സിൻ്റെ പോർഷനിൽ. ആൻഡ് ഒരു ടിഷ്യൂവിൻ്റെ വീവിങ് പോകുന്നുണ്ട്, ജെക്കോഡ് വീവ്സ് പോകുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. 395 ആണ് പെർ മീറ്റർ റേറ്റ്. ഇതിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലില്ല. ഇതിന് ദുപ്പട്ട നിങ്ങൾക്ക് ചിനോണിലേക്ക് ഡൈ ചെയ്ത് തന്നെങ്കിൽ ദുപ്പട്ടയും ബോട്ടോ ഷാൻഡൂണോ അല്ലെങ്കിൽ കോട്ടണിലോ നിങ്ങൾക്ക് ഡൈ ചെയ്ത് തരാം. വേണമെന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. വാട്സപ്പിൽ ഇങ്ങനെ വരും. അടുത്ത നമുക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലഡ് റെഡ് ടോണാണ് കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ലാത്തൊരു ടോണാണ്. ബ്ലഡ് റെഡ് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഭയങ്കര രസമുള്ളൊരു ഷെയ്ഡാണ്. നല്ല ഡീപ്പ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതിലേക്ക് ആ ഗോൾഡൻ വീവ്സ്, റെഡിൽ പിന്നെ ഗോൾഡൻ വീവ്സിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ, പ്രത്യേകം ഇങ്ങനെ വരുന്നു. ഇത് നിങ്ങൾക്ക് ഫുള്ള് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ യോക്ക് കൊടുത്തിട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്ലെയിൻ ഓർഗൻസ മെറ്റീരിയൽ തന്നെയുണ്ട്, സെയിം ഷെയ്ഡിൽ തന്നെ പ്ലെയിൻ ആയിട്ട് വരുന്ന ഓർഗൻസ. ഇത് നിങ്ങൾക്ക് സാരിയും ബ്ലൗസുമായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് കണ്ടോ, ഇത് ഫിനിഷിങ്ങിലാണ് വരുന്നത്, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ ബോർഡേഴ്സ് നല്ല ഫിനിഷിങ്ങിലാണ്. ആ ഒരു ഗോൾഡൻ ജെറി പോകുന്നുണ്ട്, പ്യുവർ ഓർഗൻസയാണ് അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ സാരി ആയിട്ട് എടുത്തിട്ട് ഇത് ബ്ലൗസ് കൊടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ യോക്ക് ഇതിന് ടോപ്പ് അടിച്ചിട്ട് ഇത് യോക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ആൻഡ് അതിന് ദുപ്പട്ടയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചിനോൺ മെറ്റീരിയലിന് എടുക്കാം. ചിനോൺ ഈ ഒരു റെഡ് ഫാബ്രിക് യോക്ക് കൊടുത്ത്
ചെയ്യാം. അല്ലെങ്കിൽ ദുപ്പട്ട ഇത് കറക്റ്റ് റെഡ് അല്ല കേട്ടോ, ഇത് കുറച്ചുകൂടി ഒരു ചില്ലി റെഡിലേക്ക് പോകുന്ന ഒരു റെഡാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള റെഡാണ്. ആക്ച്വലി ഭയങ്കര ഭംഗിയുള്ള ഒരു റെഡാണിത്. ഇത് കണ്ടോ, ചിനോണിൽ തന്നെ വന്നിരിക്കുന്ന 220 per meter വരുന്ന മെറ്റീരിയലാണ്. സോ ഇത് നിങ്ങൾക്ക് ദുപ്പട്ടയായിട്ട് എടുക്കുമ്പോൾ അങ്ങനെ അറിയത്തില്ല, പക്ഷെ ഇച്ചിരി ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ വരും, ഇത്രയും ഡിഫറൻസ്. ഇത് കണ്ടോ, ഇത്രയും ഡിഫറൻസ് ഇത് രണ്ടും തമ്മിലുണ്ട്. നിങ്ങൾക്ക് വിസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല വീഡിയോയിൽ, പക്ഷെ നമുക്ക് ദുപ്പട്ടയായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ലൈനിങ് കൂടെ ഇടുമ്പോൾ ഇതിനോട് കുറച്ചുകൂടി മാച്ച് ആവുന്ന രീതിയിലുള്ള ലൈനിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി പെർഫെക്ഷൻ വരും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാരി ഇതെടുത്തിട്ട് ഇത് ബ്ലൗസ് കൊടുക്കാം, അപ്പോൾ ലൈനിങ് കുറച്ചുകൂടി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ലൈനിങ് ഇട്ടാൽ മതി. ഇങ്ങനെ എടുക്കാം. ഇത് 220 per meter വരുന്ന ചിനോൺ മെറ്റീരിയലാണ്. ആൻഡ് ഇതിനോട് നിങ്ങൾക്ക് മാച്ച് ആവുന്ന ബോട്ടം വേണമെങ്കിൽ പെർഫെക്റ്റ് മാച്ച് അല്ല, ഒരു 85% കറക്റ്റ് ആണ്, ബാക്കി 15% ഒരു ഇച്ചിരി ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും ഡിഫറൻസ് ഉള്ള ഒരു ബോട്ടം മെറ്റീരിയൽ നമുക്ക് ജാം കോട്ടൺ മെറ്റീരിയലിലേക്ക് വരുന്നതാണിത്. ഇങ്ങനെ ഇത്രയും ഡിഫറൻസ് ഉണ്ട്, പക്ഷെ അടിയിൽ അങ്ങനെ ബോട്ടമായിട്ട് ഇടുമ്പോൾ കറക്റ്റ് തപ്പി എടുക്കുന്നതിലും ഡൈ ചെയ്തെടുക്കുന്നതിലും ഒക്കെ ബെറ്റർ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുക്കാം. 185 ആണ് per meter വരുന്നത്. ഇത് നമുക്ക് ടോപ്പ് അടിക്കാനും നല്ല മെറ്റീരിയലാണ്. ഷർട്ടിന് അടിപൊളി മെറ്റീരിയലാണ്. ഷർട്ടിനും കോട്ട് സെറ്റിനും ഒക്കെ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതൊരു ജാം കോട്ടൺ മെറ്റീരിയലാണ്, ചെറിയൊരു സിൽക്ക് ഫിനിഷ് ഉള്ള കോട്ടൺ മെറ്റീരിയലാണ്. ജാം കോട്ടൺ എന്ന് പറഞ്ഞാൽ സാറ്റിൻ ഫിനിഷ് ഉള്ള ഒരു കോട്ടൺ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വരും. 185 ആണ് ഇതിൻ്റെ per meter റേറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ ചിനോൺ മെറ്റീരിയലിനോട് കൂടിയിട്ട് വേണമെങ്കിൽ ദുപ്പട്ടെ ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം, ടോപ്പും ബോട്ടും ആയിട്ട് ഇതിൻ്റെ ഒപ്പവും നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പ്യുവർ ഓർഗൻസ ഫാബ്രിക്കിലേക്ക് ജെക്കോഡ് വീവ് വരുന്ന റെഡ് കളറിൽ വന്നിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ലുക്ക്. മീറ്റർ പ്രൈസ് വരുന്നത് 395. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചോളാം. വാട്സപ്പ് വഴിയായിരിക്കും നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത്. വാട്സപ്പിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര മീറ്റർ വേണോ അത്ര മീറ്റേഴ്സ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് സ്ക്രീൻഷോട്ട് ഇടുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കരുത്. ഇനിയും ഒത്തിരി കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. റീസ്റ്റോക്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്ന കുറേ കളക്ഷൻസ് ഒക്കെ നമുക്ക് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.